ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ 2025 JEEന്റെ ഫസ്റ്റ് ഫേസ് എക്സാമും കഴിഞ്ഞു. അതേപോലെ നമ്മുടെ റിസൾട്ടും വന്നിട്ടുണ്ട് അല്ലേ. സോ പേഴ്സണൽ റിസൾട്ടൊക്കെ എല്ലാവരും നോക്കിയിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ എന്താണ് മനസ്സിലായിട്ടുള്ളത്? കുറേ കുട്ടികൾക്ക് നല്ല പേഴ്സണൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഫേസ് 2 ആണ് അല്ലേ. JEEന്റെ ഫേസ് 2 അത് ഏപ്രിലാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ എഫക്റ്റീവായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പേഴ്സൻറ്റേജിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫേസ് നല്ല അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LMRP ഫേസ് 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. സോ LMRP ഫേസ് 2ന്റെ ക്ലാസ്സുകൾ ഇന്ന് മുതലാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കൊക്കെയാണ് നമ്മുടെ LMRP ഫേസ് 2ൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, ഫേസ് 1 കുറേ കുട്ടികൾക്ക് എഴുതാൻ സാധിച്ചിട്ടില്ല, പല റീസണാൽ അല്ലേ. ചിലപ്പോൾ ചില ഹോസ്പിറ്റൽ കേസുകളാകാം, അല്ലെങ്കിൽ ചിലപ്പം ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റ് മറന്നു പോയിട്ടുണ്ടാകാം. ചിലരെന്താണ് കോൺഫിഡൻസ് കുറഞ്ഞിട്ട് അടുത്ത ഫേസ് എഴുതാം എന്നൊക്കെയുള്ള ധാരണയിൽ ഇരുന്നിട്ട് ഫേസ് 1 കുറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഫേസ് 1 അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്കും അതേപോലെ ഫേസ് 1 അറ്റൻഡ് ചെയ്തിട്ട് നമ്മളൊരു എക്സ്പെക്ട് ചെയ്ത പേഴ്സൻറ്റേജിൽ കിട്ടിയിട്ടില്ലാത്തവർക്കും വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഫേസ് 2 നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. സോ ഈ ഒരു പീരീഡ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചാൽ ഫേസ് 2ൽ നമുക്ക് നല്ല പേഴ്സൻറ്റേജിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ ഫേസ് 2 LMRPയിൽ നടക്കുന്നത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ ഓൾറെഡി ഒരു വർഷമായിട്ട് എന്ത് ചെയ്താൽ നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഫുള്ളി കവർ ചെയ്തതാണ്, സിലബസ് കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ LMRP ഫേസ് 1 നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 2024 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറേ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ഈ ഫേസ് 2ൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാം 2025 ഫേസ് 1ൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിയറിയും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് പ്ലാന് മുന്നോട്ട് പോകുന്നത്. സോ നമുക്കറിയാം, തിയറി മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് ഒരിക്കലും എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലേ. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷനും വേണം. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, നമ്മൾ എക്സാക്ട് JEE പാറ്റേണിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിയൽ ആയിട്ടുള്ള എക്സാമിൽ നമുക്ക് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമ്മുടെ ഈ കോഴ്സ് പോകുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ നടത്തുന്നത്. സോ മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ കോഴ്സ് പ്ലാനിൽ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴേ, നമുക്കറിയാം 10 മൊഡ്യൂളായിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. 10 മൊഡ്യൂളിൻ്റെ ഓരോ മൊഡ്യൂൾ കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാമുകൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഈ 10 മൊഡ്യൂളിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് ഫുൾ ടോപ്പിക് മോക്ക് എക്സാം ഉണ്ടായിരിക്കും. അത് നമ്മളൊരു 10 ഫുൾ ടോപ്പിക് മോക്ക് എക്സാമുകൾ ഇൻക്ലൂഡിങ് നമ്മുടെ CBT നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ആപ്പിൽ നിങ്ങളുടെ JEE ഫേസ് 2 വരുന്നിടം വരെയുള്ള നമുക്ക് എന്തുണ്ട്, ഇൻഫിനിറ്റ് ആയിട്ടുള്ള പ്രാക്ടീസും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ള സ്ഥിതിക്ക് നമ്മൾ ഓൾറെഡി കോഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, LMRP ഫേസ് 1ൽ തിയറികളൊക്കെ നമ്മൾ കുറേ കംപ്ലീറ്റ് ചെയ്തതാണ്. സോ ആ തിയറിയുടെ ഹെൽപ്പോട് കൂടി ഈ ക്വസ്റ്റ്യൻസും അതുപോലെ ഈ മോക്ക് ടെസ്റ്റുകളും നമ്മൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫേസ് 2ന് നല്ല സ്കോർ നേടാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇങ്ങനെയുള്ള ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനമാണ് നമുക്ക് ഇനി വരുന്ന ഈ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഈ ഒരു കോഴ്സ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ LMRP ഫേസ് 2ൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, മിക്കവർക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പേഴ്സണലി നഷ്ടമായിട്ടുള്ളത് 1-2 ക്വസ്റ്റ്യൻസിൽ ഉണ്ടായ ഒരു പിഴവ് മൂലമായിരിക്കും അല്ലേ. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ഒരു വന്നിരിക്കുന്ന മിസ്റ്റേക്കിനെ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സാധിക്കുന്നതാണ്. സോ നിങ്ങൾ എന്തായാലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. സോ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് 3,999 ആണ്. സോ മോർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്.